ഈ തടവുകാരന് മരുന്ന് കൊടുക്കുമ്പോഴെല്ലാം ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അയാൾ രഹസ്യമായി അത് തുപ്പിക്കളഞ്ഞു. ശേഷം ഒളിച്ചുകടത്തിക്കൊണ്ടുവന്ന ഒരു ഉത്തേജകമരുന്ന് അയാൾ പുറത്തെടുത്തു. മത്സ്യബന്ധനത്തിനുള്ള നൂലുപയോഗിച്ച് ഒരു കല്ല് കുപ്പിയുമായി ബന്ധിപ്പിച്ചു. നൂലിന്റെ മറ്റേ അറ്റം തന്റെ മോളാറുമായി ബന്ധിപ്പിച്ചു. എല്ലാം തയ്യാറായപ്പോൾ ഒരു മടിയുമില്ലാതെ അയാൾ ആ കുപ്പി വിഴുങ്ങി. പിന്നീട് അയാൾ ഒരു ലൈറ്റർ അഴിച്ചുമാറ്റി അതിലെ തീക്കല്ല് മാത്രം എടുത്ത് തന്റെ നഖത്തിനടിയിൽ വെച്ചു. ശക്തിയായി ഒരടി കൊടുത്ത് അയാൾ അത് കത്തിച്ചു. ഇതിനുശേഷം ഷൂ ലേസുകൾ ഉപയോഗിച്ച് അയാൾ തന്റെ കൈത്തണ്ട മുറുകെ കെട്ടി. മേശയുടെ അറ്റത്ത് തള്ളവിരൽ വെച്ച ശേഷം വലത് കാലുകൊണ്ടും കൈത്തണ്ട കൊണ്ടും ശക്തമായി ഒരമർത്തു നൽകി അയാൾ തള്ളവിരൽ ഒടിച്ചു. വേദന കഠിനമായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ പോകുന്നത് രക്ഷപ്പെടാനുള്ള തന്റെ അവസരമാണെന്ന് അറിയാവുന്നതിനാൽ അയാൾ പല്ലിറുമി നിശബ്ദനായി നിന്നു. ആശുപത്രിയിലെത്തിയപ്പോൾ അയാളെ ചങ്ങലക്കിടുകയും അനസ്തേഷ്യയ്ക്ക് തയ്യാറാക്കുകയും ചെയ്തു. എന്നിരുന്നാലും തടവുകാരൻ വിഴുങ്ങിയ കുപ്പി ഇതിനകം പൊട്ടിച്ചിരുന്നു. അത് ഉത്തേജകമരുന്ന് അയാളുടെ ഉള്ളിലേക്ക് പുറത്തുവിട്ടു. അയാൾ അനസ്തേഷ്യയോട് പ്രതികരിക്കുന്നില്ലെന്ന് ഡോക്ടർമാർ ശ്രദ്ധിച്ചപ്പോൾ അവർ അടുത്ത ഡോസ് നൽകാൻ തയ്യാറെടുത്തു. പക്ഷേ അതിനുമുമ്പേ തടവുകാരൻ രക്ഷപ്പെടാനുള്ള തന്റെ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറെടുത്ത് ചലിച്ചു തുടങ്ങിയിരുന്നു.